Hi everyone, welcome to X and Y Mission Olympiads. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലോഗരിതം ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം ഒളിമ്പ്യാഡ് എക്സാംസ് അല്ലെങ്കിൽ നമ്മൾ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് IOQM വേണ്ടി തന്നെ നമ്മൾ എന്താണ് പല ടോപ്പിക്സിലും നമുക്ക് ലോഗരിതം ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഹയർ ആയിട്ട് നമ്മൾ +1 +2 പഠിക്കുക അല്ലെങ്കിൽ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുന്ന സമയത്തൊക്കെ ലോഗരിതത്തിന്റെ ബേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ബേസിക്കലി ലോഗരിതം, എങ്ങനെയാണ് ലോഗ് ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യങ്ങൾ, ദെൻ കുറച്ച് റൂൾസ് എങ്ങനെയാണ് നമ്മൾ ലോഗ് എഴുതുക എന്നുള്ളതിന്റെ റൂൾസ്, ദെൻ ലോസ് ബേസ്ഡ് ഓൺ ലോഗരിതം. അപ്പൊ നമ്മുടെ ഈ ലോഗരിതം എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ 17th സെഞ്ചുറിയിൽ ജോൺ നേപ്പിയർ ആണ് ഈ ഒരു ടേം കൊണ്ടുവന്നിട്ടുള്ളത്, ലോഗരിതം. അപ്പൊ ലോഗോസ് പ്ലസ് അരിത്മോസ് എന്ന് പറഞ്ഞ ഒരു ടേം ആണ്, ഗ്രീക്ക് ടേം ആണ്. എന്താ മീനിങ് എന്ന് വെച്ചാൽ ലോഗോസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ റേഷ്യോ അല്ലെ പ്രൊപ്പോർഷൻ എന്നൊരു ടൈപ്പ് ഓഫ് മീനിങ് ആണ്. പിന്നെ അരിത്മോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പേഴ്സ്. അപ്പൊ നമ്പേഴ്സിനെ സിംപ്ലിഫൈ ചെയ്യാനാണ് ലോഗരിതം എന്ന് പറഞ്ഞൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഓൾറെഡി ലോഗരിതം ഒക്കെ കണ്ടോ, അല്ലെങ്കിൽ നിങ്ങളൊരു സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ സയന്റിഫിക് കാൽക്കുലേറ്ററിന്റെ ആപ്പ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ അതിൽ ലോഗിന് വേണ്ടി സ്പെഷ്യൽ കീ ഉണ്ട്. അപ്പോൾ ലോഗ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ മാത്തമാറ്റിക്സ്. പ്ലസ് അഡീഷണലി പല കാര്യങ്ങളിലും ലോഗ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലോഗരിതത്തിന്റെ ബേസ് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ ഒരു യൂസ് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ pH വാല്യൂ എടുക്കുന്നു, നമ്മളെന്താണ് നമ്മുടെ വാട്ടറിന്റെ അസിഡിറ്റി അല്ലെങ്കിൽ ഒരു ലിക്വിഡിന്റെ അസിഡിറ്റി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, pH വാല്യൂ എടുക്കുന്ന സമയത്ത് നമ്മൾ പറയാം എന്താണ് pH ഓഫ് വാട്ടറിന്റെ pH 7 ആണ്, അല്ലെങ്കിൽ ആസിഡിറ്റി ആണെങ്കിൽ ഇത്ര pH ആണെങ്കിൽ, ബേസ് ആണെങ്കിൽ കുറച്ചുകൂടെ വലിയ pH ആണ്. ഈ pH വാല്യൂ കണ്ടുപിടിക്കുന്നത് അവിടെയുള്ള ഹൈഡ്രജൻ അയോണിന്റെ കോൺസെൻട്രേഷന്റെ ലോഗ് വാല്യൂസ് എടുത്തിട്ടാണ്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മറ്റു ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് കാണാം. സോ ബേസിക്കലി ലോഗരിതം ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കാൽക്കുലേഷൻ വലിയ നമ്പേഴ്സും ചെറിയ നമ്പേഴ്സും ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ബുദ്ധിമുട്ടാവുന്ന സമയത്ത്, ഇന്നത്തെ കാലത്തെ പോലെയല്ല, നമുക്ക് കുറച്ചു കാലം മുന്നേ നമുക്ക് ഈ കാൽക്കുലേറ്ററോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യാനാണ് ലോഗ് എന്ന് പറഞ്ഞൊരു ടേം കൊണ്ട്, അല്ലെങ്കിൽ ലോഗരിതം എന്ന് പറഞ്ഞൊരു കാര്യം കൊണ്ടുവന്നിട്ടുള്ളത്. സോ മൾട്ടിപ്ലിക്കേഷനെ സിംപ്ലിഫൈ ചെയ്ത് അഡീഷൻ ആക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ലോഗ്. അപ്പം നമുക്ക് അതിന്റെ ഡെഫിനിഷൻ നോക്കിയിട്ട് നമുക്ക് എന്ത് പറയാം, ലോഗ് എന്താണെന്ന് പറയാം. സോ ബിഫോർ ദാറ്റ് ഒരു വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മളുടെ IOQM ബാച്ചസും കാര്യങ്ങളൊക്കെ റണ്ണിങ് ആണ്. അപ്പം നിങ്ങൾ ഓൾറെഡി അതിന്റെ ക്ലാസ്സസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. സോ ഈ വർഷം നിങ്ങൾ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ്സ് അല്ലെങ്കിൽ അടിപൊളിയായിട്ട് എഴുതണം, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ് എഴുതണമെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇതിന്റെ ക്ലാസ്സസ് ഒക്കെ ചെക്ക്ഔട്ട് ചെയ്യുക. സോ മസ്റ്റ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് കാണാം. സോ കഴിഞ്ഞ വർഷത്തെ പോലെ നമ്മൾ അടിപൊളി റിസൾട്ട്സ് ആണ് നമ്മുടെ X and Y കമ്മ്യൂണിറ്റിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ എല്ലാവരും അത് ചെക്ക്ഔട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മാത്സ് എന്തൂസിയാസ്റ്റ് ആയുള്ള ഫ്രണ്ട്സിനൊക്കെ ഇത് ഡീറ്റെയിൽ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ലോഗരിതം നമുക്ക് പറയാം. സോ അതിന് മുന്നേ ജസ്റ്റ് നമ്മുടെ എക്സ്പോണൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലേ, ഒരു നമ്പറിന്റെ പവർ, അല്ലെങ്കിൽ നമ്മൾ 10ന്റെ പവേഴ്സ് എടുക്കുക, വെരി ഈസിയാണ് നമുക്ക് 10ന്റെ പവർ എടുക്കാൻ. സോ 10 to the power 1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 10 തന്നെയാണ് അല്ലേ, 10ന്റെ ഫസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ 10 തന്നെയാണ്. 10 to the power 2 എന്ന് പറയുമ്പോൾ എന്താണ്, 10 into 10 ദാറ്റ് ഈസ് 100 ആണ്. 10 സ്ക്വയർ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. ഇനി നമുക്ക് എന്തുണ്ട്, ഒരു 10 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 10 ക്യൂബ് അല്ലെ 10 to the power 3 എന്ന് പറയുന്ന ആള് 10 raised to 3 is equal to 1000. അതുപോലെ 10 raised to 7 ഞാൻ എടുക്കുകയാണ്, ഇറ്റ് ഈസ് ഒന്ന് എഴുതിയിട്ട് 1 2 3 4 5 6 7 zeros ആണ് അല്ലേ, ദാറ്റ് ഈസ് 10 to the power 7. സോ ഇവിടെ ഓൾറെഡി നമ്മൾ വലിയ നമ്പേഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സിംപ്ലിഫൈ ചെയ്ത് നമ്മുടെ എക്സ്പോണൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് 2നോ 3നോ ഏത് നമ്പറിനും എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾസും പവേഴ്സും ഒക്കെ നമുക്ക് എടുക്കാം. സോ ഇവിടെ 10 ആണ് ഞാൻ എടുത്തത്. അപ്പോൾ 10ന്റെ വലിയ നമ്പേഴ്സിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് പറയാനാണ് എക്സ്പോണൻസ് എഴുതിയിട്ടുള്ളത്. സോ 10 to the power 3 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്, 10ന്റെ തേർഡ് പവർ ആണ്, ദാറ്റ് ഈസ് 10 into 10 into 10. 10ന്റെ തേർഡ് പവർ ആണ് നമുക്ക് എന്ത് വരിക, 1000 എന്നുള്ള ടേം വരുന്നത്. സോ നമ്മുടെ ലോഗരിതം പറയുന്നത് നമ്മുടെ എക്സ്പോണൻസിന്, നമ്മൾ എക്സ്പോണൻസ് എടുക്കുക അല്ലെ പവർ എടുക്കുന്നതിന്റെ നേരെ റിവേഴ്സ് പ്രോസസ് ആണ് ലോഗരിതം എന്ന് പറയുന്നത്. സോ ലോഗരിതം അല്ലെ ലോഗ് ഓഫ് 1000 to the base 10 എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ സിംപ്ലി മീനിങ്, 1000ന്റെ എത്രാമത്തെ പവർ ആണ് 10 എന്ന് ചോദിക്കുന്നതാണ് നമ്മുടെ ലോഗ് ഓഫ് 1000 to the power 10. സോ 10 raised to 3000 ആണെങ്കിൽ 1000ന്റെ എത്രാമത്തെ 10ന്റെ എത്രാമത്തെ പവർ ആണ് 1000, തേർഡ് പവർ ആണ്. സോ ലോഗ് ഓഫ് 1000 to the base 10. സോ ഞാൻ ആദ്യം തന്നെ അതിന്റെ റെപ്രസെന്റേഷൻ കാണിക്കാം. ലോഗ് ഓഫ് 1000 to the base 10 എന്ന് പറഞ്ഞാൽ എന്താണ്, 10ന്റെ എത്രാമത്തെ പവർ ആണ് 1000. 10 raised to 1 ആണോ 1000, 10 raised to 2 ആണോ, 10 raised to -1 ആണോ, അല്ലെ 10 raised to 3 ആണോ, 1000 ആണോ എന്നുള്ള കാര്യമാണ് ചോദിച്ചുള്ളത്. അപ്പോൾ എന്താണ്, സിംപ്ലി 10 to the power 3 ആണ് 1000. സോ നമ്മളിവിടെ നോക്കിയാൽ 10 to the power 3, 10ന്റെ തേർഡ് പവർ ആണ്, 10 into 10 into 10 അല്ലെങ്കിൽ
10⁻³ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വാല്യൂ കിട്ടുന്നു? ഈ ലോഗിൽ തന്നിട്ടുള്ള വാല്യൂ കിട്ടുന്നു. അപ്പോൾ നമ്മൾ എക്സ്പോണൻസിൽ എന്താണോ ചെയ്യുന്നത് നേരെ റിവേഴ്സ് പ്രോസസ് ആണ് നമ്മുടെ ലോഗിൽ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ബേസിക് ഡെഫിനിഷൻ. നമുക്ക് മറ്റ് നമ്പേഴ്സും എക്സാമ്പിൾസും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ലോഗരിതം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പവർ ടു വിച്ച് എ നമ്പർ മസ്റ്റ് ബി റേസ്ഡ് ടു ഗെറ്റ് സം അതർ വാല്യൂ. സോ ലോഗരിതം ഈസ് ഡിഫൈൻഡ് ആസ് ദ പവർ ടു വിച്ച് എ നമ്പർ മസ്റ്റ് ബി റേസ്ഡ്. ഒരു നമ്പറിനെ ഏത് പവറിലേക്ക് എത്തിക്കണം? അപ്പോൾ 10നെ എത്രാമത്തെ പവറിലേക്ക് എത്തിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക? അതർ വാല്യൂസ്. നമ്മൾ പറഞ്ഞ അതർ വാല്യൂ എന്താണ്? 1000 കിട്ടുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് 10ന്റെ എത്രാമത്തെ പവർ ആണ് 1000 എന്നുള്ളതാണ് നമ്മുടെ ലോഗരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലോഗരിതമിക് ഫംഗ്ഷൻസ് ആർ ദ ഇൻവേഴ്സ് ഓഫ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ആണ് നമ്മൾ സിംപ്ലി പറയുന്ന ലോഗരിതം എന്ന് പറയുന്നത്. സോ നമ്മളുടെ ലോഗരിതത്തിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തത് x = a⁻y എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ അതിന്റെ മീനിങ്? x = a⁻y. x = a⁻y. സോ ഞാൻ വീണ്ടും ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. 27 = 3⁻3 അല്ലെങ്കിൽ ഞാൻ 3⁻4 എടുക്കാം. സോ ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആകുമ്പോൾ കൺഫ്യൂഷൻസ് വരണ്ട. 3⁻4 എത്രയാണ്? 9⁻2, ദാറ്റ് ഈസ് 81. സോ 81 = 3⁻4. x = a⁻y ആണെങ്കിൽ എന്താ നമ്മളുടെ ഡെഫിനേഷനിൽ പറയുന്നത്? ഇഫ് x = a⁻y, y = log x to the base a. അപ്പോൾ നമ്മൾ എന്താ ഇതിനെ വായിക്കാം? y = log x to the base a. അതായത് എന്റെ ബേസിൽ എക്സ് ലോഗ് ഓഫ് എക്സ് എത്രയാണ്? ഇറ്റ് ഈസ് y. എന്താണ് അതിന്റെ മീനിങ്? നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ a to the power y എന്തായിരിക്കും? നമ്മുടെ x ആയിരിക്കും. സോ ഇവിടെ എന്താ നമുക്ക് തന്നിട്ടുള്ളത്? a to the power y = x. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള എക്സാമ്പിളും വെച്ചിട്ട് നമുക്കൊന്നും കൂടെ നോക്കാം. സോ 81 = 3⁻4. സോ x = a⁻y ആണെങ്കിൽ y = log x to the base a. സോ x to the base a. അപ്പോൾ നമ്മൾ ആരെയാണ് ലോഗ് എടുക്കുന്നത്? ലോഗ് എടുക്കുന്നത് നമ്മൾ ഈ x എന്ന് പറഞ്ഞ നമ്പറിനെയാണ് നമ്മൾ ലോഗ് എടുക്കുന്നത്. a എന്ന് പറഞ്ഞാൽ എന്താണ്? a ആണ് ബേസ്. എയുടെ എത്രാമത്തെ പവറാണ്? a⁻y ആയിരിക്കും നമ്മുടെ x എന്നുള്ള വാല്യൂ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ ബേസ് നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ a ആണ്. x ആണ് നമ്മുടെ നമ്പർ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്പർ ലോഗ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കുന്നത് വിത്ത് ബേസ് എ. ആൻഡ് എയുടെ എത്രാമത്തെ പവറാണ് എക്സ് എന്ന് ചോദിച്ചാൽ വി നോ a to the power y ആണ് എക്സ്. അപ്പം നമ്മൾ ലോഗ് എക്സ് ടു ദ ബേസ് എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് y. സോ സിമിലർലി നമുക്കിവിടെ തന്നിട്ടുള്ള എക്സാമ്പിൾ വെച്ച് നമുക്കൊന്ന് എഴുതി നോക്കാം. ദാറ്റ് ഈസ് 81 = 3⁻4. സോ ലോഗ് 81 ദാറ്റ് ഈസ് എക്സ് ടു ദ ബേസ് എ. എ ആരാണ്? 3 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും ആൻസർ? 3യുടെ എത്രാമത്തെ പവറാണ് 81? സോ 3 × 3 ഈസ് 9 into 3 is 27 into 3 is 81. So 3യുടെ നാലാമത്തെ പവർ, this is 3⁻4. 3 to the power 4 ആണ് 81 വരുന്നത്. സോ നമ്മുടെ log of 81 to the base 3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? It will be 4. That is 3⁻4 ആണ് 81 വരുന്നത്. സോ ഇതാണ് നമ്മുടെ ലോഗിന്റെ ബേസിക് ഡെഫിനിഷൻ. അപ്പോൾ ഈ തന്നിട്ടുള്ള വാല്യൂസ് y = log ax എന്ന് പറഞ്ഞാൽ സിംപ്ലി log pq എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? പിയുടെ ലോഗാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആരാണ് ബേസ്? ക്യൂ ആണ് ബേസ്. സോ ക്യൂവിന്റെ എത്രാമത്തെ പവർ ആണ് പി എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് അഡീഷണൽ എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. സോ അഡീഷണൽ എക്സാമ്പിൾസ് 2 must be raised to the power 3 to get 8. അപ്പോൾ എന്താ പറയുന്നത്? 2 to the power 3 ആണ് 8. ദാറ്റ് ഈസ് 2 × 2 × 2 ആണ് 8 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സിംപ്ലി നമുക്കറിയാം, എക്സ്പോണൻസ് നമുക്ക് ഓൾറെഡി അറിയാം. സോ ലോഗരിതം ഓഫ് 8 to the base 2 will be 3. So log of 8 to the base 2 is equal to എത്രയാണെന്നാ ചോദിച്ചത്. അപ്പോൾ എന്താ അതിന്റെ മീനിങ്? 2ന്റെ എത്രാമത്തെ പവർ ആണ് 8? 2⁻1 ആണോ? 2⁻2 ആണോ? 2⁻3 ആണോ? എത്രയാണ്? 2⁻3 ആണ്. 2 × 2 × 2. Thus 2⁻3 is equal to 8. സോ ഇതാണ് നമ്മളുടെ ലോഗരിതം. നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? അപ്പോൾ ലോഗരിതത്തിൽ ഒരു നമ്പർ മാത്രമാണുള്ളത്? അല്ല, നമ്മൾ കണ്ടുപിടിക്കുന്ന നമ്പറും ഉണ്ട്, നമുക്കൊരു ബേസും ഉണ്ട്. കാരണം ബേസിന്റെ എത്രാമത്തെ പവർ എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പാർട്ട്. നമ്മുടെ ലോഗരിതത്തിന് ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബേസ് പറഞ്ഞു, എ എന്ന് പറഞ്ഞ ബേസ് അല്ലെ ഏതെങ്കിലും ഒരു നമ്പർ ബേസ് നമുക്ക് എന്തായിട്ടും എടുക്കാം അല്ലെ. ലോഗ് ഓഫ് ദ ബേസ് 2 എടുക്കാം, ലോഗ് ഓഫ് ദ ബേസ് 5 എടുക്കാം, ലോഗ് ഓഫ് ദ ബേസ് 117. ഏത് നമ്പറിന്റെ ബേസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലോഗരിതം എടുക്കാം. പക്ഷെ നമ്മൾ ജനറലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് മേജർ ആയിട്ടും 2 നമ്പേഴ്സ് വെച്ചിട്ടാണ്. സോ ഫസ്റ്റ് വൺ നമ്മൾ
നാച്ചുറൽ ലോഗരിതം എന്ന് പറയും. സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ നാച്ചുറൽ ലോഗരിതം എന്ന് പറഞ്ഞാൽ ദീസ് ആർ കാൽക്കുലേറ്റഡ് ടു ദ ബേസ് ഇ എന്ന് പറഞ്ഞൊരു നമ്പറാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് കോൺസ്റ്റൻസ് പഠിക്കുന്നുണ്ട്. പൈ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. 3.14159 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന പൈ എന്നുള്ള വാല്യൂ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി ഇ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നമ്പർ ദാറ്റ് ഈസ് ബിറ്റ്വീൻ 2 and 3. ദാറ്റ് ഈസ് 2.17828 സ്റ്റാർട്ട് ചെയ്യുന്ന അൺഎൻഡിങ് ആയിട്ടുള്ള, അതായത് ഇവിടെ ഇത് അപ്രോക്സിമേറ്റ് നമ്പർ ആണ്, ഇനിയും ഒരുപാട് ഡെസിമൽസ് വരാനുണ്ട്. സോ ഇ എന്ന് പറഞ്ഞൊരു നമ്പറിന്റെ ബേസ് നമ്മൾ ലോഗ് ടു ദ ബേസ് 17828 അല്ലെങ്കിൽ ലോഗ് ടു ദ ബേസ് ഇ എന്ന് പറയുന്നതാണ് നമ്മുടെ നാച്ചുറൽ ലോഗരിതം. സോ ഇതിന്റെ യൂസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെ പറ്റി അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഡൗൺ ചെയ്യാം. സോ ഇനി നമ്മൾ പഠിക്കുന്നത് കോമൺ ലോഗരിതം. കോമൺ ലോഗരിതമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. കോമൺ ലോഗരിതം ഏതാണ്? ലോഗരിതംസ് ടു ദ ബേസ് 10. അതായത് 10 ബേസ് ആയിട്ടുള്ള ലോഗരിതത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമൺ ലോഗരിതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ലോഗരിതം എഴുതുന്ന സമയത്ത് നമ്മൾ എങ്ങനെ എഴുതണം? ലോഗ് ടു ദ ബേസ് 10 ആണെങ്കിൽ 10 ആൻഡ് എക്സ്, ഞാനൊരു റാൻഡം നമ്പർ എടുക്കുകയാണ്. ലോഗ് ഓഫ് എക്സ് ടു ദ ബേസ് 10 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതിനെ ലോഗ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ എന്താ ഇതിന്റെ മീനിങ്? ഇവിടെ ബേസ് തന്നിട്ടുണ്ടോ? ബേസ് നമുക്ക് കാണാനില്ല. അപ്പോൾ ബേസ് എന്തായിരിക്കും? 10 ആയിരിക്കും. നമുക്ക് തന്ന വാല്യൂവിൽ ലോഗ് തന്നിട്ടില്ലെങ്കിൽ, ബേസ് തന്നിട്ടില്ലെങ്കിൽ ദ ബേസ് വിൽ ബി 10. ആൻഡ് നമ്മൾ നാച്ചുറൽ ലോഗരിതം ഇ വെച്ചിട്ട് എങ്ങനെയാണ് എഴുതുന്നത്? വിൽ ബി ln x. സോ നാച്ചുറൽ ലോഗരിതത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ln എന്നാണ്. സോ ln എന്ന് എഴുതിയാൽ ബേസ് എത്രയാണ്? ഇ ആണ്. ദാറ്റ് ഇസ് 2.17828 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ആണ്. ആൻഡ് നമ്മളുടെ സിംപ്ലി നമ്മൾ ലോഗ് എന്ന് എഴുതിയാൽ ദ ബേസ് ഇസ് 10. അല്ലെങ്കിൽ നമ്മൾ മറ്റ് നമ്പേഴ്സ് ആണെങ്കിൽ 2, 3 അല്ലെങ്കിൽ നമ്മൾ റാൻഡം വേരിയബിൾസ് എടുക്കുകയാണ്, എ ബി സി ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ ബേസ് സ്പെസിഫൈ ചെയ്ത് എഴുതുന്നതായിരിക്കും. സോ ഇതാണ് രണ്ട് സിസ്റ്റം ഓഫ് ലോഗരിതം. നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് കോമൺ ലോഗരിതം ആണ്. നാച്ചുറൽ ലോഗരിതത്തിനെ പറ്റി മറ്റ് ക്ലാസ് ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് ഇതിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. So first property is logs are defined only for positive numbers, and this is very important. നമ്മളുടെ log എന്ന് പറഞ്ഞാൽ, സോ 10ന്റെ പവേഴ്സ് ഞാൻ എടുക്കുകയാണ്, കോമൺ ലോഗരിതം എടുക്കണം. 10 to the power 2, 3, 4 ഒക്കെ നമ്മൾ പഠിച്ചു. അതായത് 10ന്റെ പവർ വലിയ വലിയ നമ്പേഴ്സ് ആവുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നു? 10,000, 1 lakh, 1 million, 1 billion, വലിയ വലിയ നമ്പേഴ്സിലേക്ക് പോകുന്നു. ഇനി നമ്മൾ 10ന്റെ ചെറിയ പവേഴ്സ് എടുക്കുക. 10 to the power 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണ്. ഏത് നമ്പർ പവർ ടു 0യും 1 ആണ്. ഇനി 10 to the power -1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഈസ് 1/10 or 0.1. ഇനി 10 to the power -3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/1000, 0.001. അപ്പോൾ 10ന്റെ പവർ ഓഫ് 10 ഞാൻ പോസിറ്റീവ് നമ്പേഴ്സ് എടുക്കുന്നു. ഇനി പവർ ഓഫ് 10 ഞാൻ 0 എടുത്തിട്ടുണ്ട്, നെഗറ്റീവ് നമ്പേഴ്സ് എടുക്കുന്നു. സോ 10ന്റെ പവർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്തായാലും നമ്മുടെ ഔട്ട്പുട്ട് എന്താ നമുക്ക് കിട്ടുക? എല്ലാം പോസിറ്റീവ് ആയിരിക്കും. സോ 10ന്റെ പോസിറ്റീവ് പവർ ഒക്കെ നമുക്ക് വലിയ നമ്പേഴ്സ് ആണ്. 10ന്റെ നെഗറ്റീവ് പവേഴ്സ് എന്താണ്? 0ക്കും 1നും ഇടയിലുള്ള ചെറിയ ചെറിയ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ എത്ര പവർ എടുത്താലും നമുക്ക് എന്താണ് കിട്ടുന്നത്? നമ്മുടെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് റൂൾ എന്താണ്? ലോഗ്സ് ആർ ഡിഫൈൻഡ് ഓൺലി ഫോർ പോസിറ്റീവ് നമ്പേഴ്സ്. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് സെറ്റ് ഓഫ് നമ്പേഴ്സിനെ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ലോഗ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലോഗ് ഓഫ് 1000 എന്താണ്? 3 ആണ്. ലോഗ് ഓഫ് 0.1 എന്താണ്? -1 ആണ്. അപ്പോൾ ലോഗ് ഓഫ് എന്ന് പറഞ്ഞാൽ, ലോഗ് ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ ആ നമ്പേഴ്സ് മുഴുവൻ പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. പക്ഷെ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് നമ്പേഴ്സും ആവാം. സോ ലോഗ് ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ പോസിറ്റീവ് നമ്പേഴ്സ്. ഇനി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ലോഗ് ഓഫ് ബേസ് 10 ആണ്, -10 ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? -10 എന്ന് പറഞ്ഞ നമ്പറിനെ 10ന്റെ എത്രാമത്തെ പവർ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. 10 raised to 1, 2, 3 എന്നൊക്കെ എഴുതിയാൽ വലിയ വലിയ നമ്പേഴ്സ് പോകും. 10 raised to -1, -2, -3, -100, -1000 എന്നൊക്കെ എഴുതിയാൽ എന്തായിരിക്കും? 0ക്കും 1നും ഇടയിലുള്ള നമ്പേഴ്സ് ആയിരിക്കും. സോ ലോഗ് ഓഫ് എ നെഗറ്റീവ് നമ്പർ ഇസ് നോട്ട് ഡിഫൈൻഡ്. എന്താണ്? നെഗറ്റീവ് നമ്പറിന് നമുക്ക് ലോഗ് പറയാൻ പറ്റില്ല. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ലോഗ്സ് ആർ ഡിഫൈൻഡ് ഓൺലി ഫോർ പോസിറ്റീവ് ബേസസ്. അതുപോലെ തന്നെ നമ്മുടെ ബേസും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഇപ്പം ഞാനിവിടെ എഴുതിയ നമ്പർ നേരെ തിരിച്ചെഴുതാണ്. ലോഗ് ഓഫ് 1000 ഞാൻ എഴുതാണ്. ലോഗ് ഓഫ് 1000 ടു ദ ബേസ് -10. -10ന്റെ എത്രാമത്തെ പവർ ആണ് 1000 എന്ന് ചോദിച്ചാൽ -10 ഇൻറ്റു -10 100 ആണ്. ഇൻറ്റു -10 -1000 ആണ്. ഇൻറ്റു -10
10,000 ആണ്. അപ്പം നമുക്ക് -10ന്റെ എത്രാമത്തെ പവർ ആയിട്ടും 1000ന് എഴുതാൻ പറ്റില്ല. സോ ഇവിടെ എന്താണ് സെക്കൻഡ് പോയിന്റ്, നമ്മുടെ ബേസും പോസിറ്റീവ് ആയിരിക്കണം, നമ്മുടെ ലോഗ് ഓഫ് ദ നമ്പറും പോസിറ്റീവ് ആയിരിക്കണം. ആൻഡ് ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അതർ ദാൻ 1. എന്തുകൊണ്ടാണ്? നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സ് ആണ്, നമ്മുടെ ലോഗിനുള്ളിൽ നമ്മൾ എഴുതുന്ന വാല്യൂ ബേസും രണ്ടും പോസിറ്റീവ് ആയിരിക്കണം നമുക്ക് മനസ്സിലായി. ഇനി പറയുന്നത് ബേസ് 1 ആവാൻ പാടില്ല എന്നാണ്. ബേസ് എന്തുകൊണ്ട് 1 ആവാൻ പാടില്ല? സോ ലോഗ് ഓഫ് 8 to the base 2 എന്ന് പറഞ്ഞാൽ 2ന്റെ എത്രാമത്തെ പവർ ആണ് 8? ഇറ്റ്സ് തേർഡ് പവർ അല്ലെ, 2 raised to 3 ആണ് 8. പക്ഷേ ലോഗ് ഓഫ് 8 to the power 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1ന്റെ എത്രാമത്തെ പവർ ആണ് 8? അപ്പോൾ 1 raised to 1 is 1. 1 into ഒറ്റ 1 എഴുതിയാൽ എന്താണ്? 1 ആണ്. 1 raised to 2, 1 square is 1 into 1, that is 1. 1 raised to 100 എന്തായിരിക്കും? It will be 1. So 1ന്റെ എത്ര മൾട്ടിപ്പിൾസ് നമ്മൾ എടുത്താലും, 1ന്റെ എത്രാമത്തെ പവർ എടുത്താലും നമുക്ക് മറ്റൊരു നമ്പറിലേക്ക് എത്തില്ല. സോ ലോഗ് ടു ദ ബേസ് 1 is not defined. എന്താണ്? ലോഗിന്റെ ബേസ് എന്താവാൻ പറ്റില്ല? 1 ആവാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ സെക്കൻഡ് റൂൾ. സോ നമ്മുടെ ലോഗിൽ എഴുതുന്ന നമ്പറും അതുപോലെ ലോഗിന്റെ ബേസും എന്തായിരിക്കും? ഇറ്റ് വിൽ ബി പോസിറ്റീവ് നമ്പേഴ്സ്. നെക്സ്റ്റ് പോയിന്റ്, വാല്യൂ ഓഫ് ലോഗ് b to the base a can be negative even when both a and b cannot be negative. അപ്പോൾ നമ്മുടെ ലോഗിൽ എഴുതുന്ന രണ്ട് നമ്പേഴ്സും നെഗറ്റീവ് ആവാൻ പറ്റില്ല നമ്മൾ പറഞ്ഞു. ആൻഡ് അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് ആവാം. എങ്ങനെയാണ് നെഗറ്റീവ് ആവുന്നത്? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ 10ന്റെ എക്സാമ്പിൾ തന്നെ എടുക്കുക. സോ ലോഗ് ടു ദ ബേസ് 10 ആൻഡ് 0.1 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 10ന്റെ എത്രാമത്തെ പവർ ആണ് 0.1? 10 raised to 1 is 10, 10 raised to 2 is 100. അപ്പം വലിയ വലിയ നമ്പേഴ്സിലേക്കാണ് പോകുന്നത്. 10 raised to 0 is 1. 10 raised to -1 is equal to 1/10 ആണ്, that is 0.1. അപ്പം 10ന്റെ എത്രാമത്തെ പവർ ആണ് 0.1? 10ന്റെ -1th പവർ അല്ലെ എന്താണ്? 10 raised to -1 ആണ് 0.1 എന്ന് പറയുന്നത്. സോ നമ്മുടെ ലോഗിൽ എഴുതുന്ന നമ്പർ പോസിറ്റീവ് ആവാം, പോസിറ്റീവ് ആയിരിക്കണം. ആൻഡ് നമ്മുടെ ബേസ് 1 അല്ലാത്തൊരു പോസിറ്റീവ് നമ്പർ ആയിരിക്കണം. ഇത് രണ്ടും പോസിറ്റീവ് ആണെങ്കിലും നമ്മളുടെ ഔട്ട്പുട്ട് നമുക്ക് എന്ത് കിട്ടാം? നെഗറ്റീവ് കിട്ടാം അല്ലെ. ലോഗ് ഓഫ് എ നമ്പർ ചെയ്താൽ നമുക്ക് നെഗറ്റീവും കിട്ടാം പോസിറ്റീവും കിട്ടാം. സോ ലോഗ് നമ്മുടെ തേർഡ് പോയിന്റ്, വാല്യൂ ഓഫ് ലോഗ് a to the base b, b ആണ് ബേസ്, ക്യാൻ ബി നെഗറ്റീവ്. എയും ബിയും പോസിറ്റീവ് ആണെങ്കിലും നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് നെഗറ്റീവ് ആവും. ഇതാണ് നമ്മുടെ തേർഡ് പോയിന്റ്. ഇനി നമ്മൾ ഫോർത്ത് പോയിന്റ് നമുക്ക് നോക്കാം. ഇഫ് ലോഗ് m a is equal to log a to the base m is equal to log b to the base m, then a is equal to b. അപ്പം നമ്മുടെ ഫോർത്ത് പോയിന്റിൽ പറയുന്നത് ലോഗ് ഓഫ് a ആൻഡ് b എന്താണ്? ബേസ് സെയിം ആണ്. യെസ്, നെക്സ്റ്റ് പോയിന്റ് ഇസ് നമ്മളുടെ രണ്ട് ബേസും സെയിം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ലോഗ് ഓഫ് m to the base a is equal to log of m to the base b. അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞത്? a is equal to b ആയിരിക്കും. സിമ്പിൾ ആണ് അല്ലേ? നമ്മൾ എങ്ങനെ ഇതിനെ കൺക്ലൂഡ് ചെയ്യാം? ലോഗ് a to the base m is equal to log a to the base m is equal to x ആണെന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് സിംപ്ലി എന്ത് എഴുതാൻ പറ്റും? m raised to x ആണ് a, m raised to x is equal to a എന്ന് എഴുതാം. ഇനി സിമിലർ വേ ലോഗ് b to the base m is equal to x ആണ്. അതാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ? log a to the base m ഉം log b to the base m ഉം ഈക്വൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ടും എന്താണ്? x ആണ്, which means m raised to x is equal to b ആണ്. അപ്പോൾ m raised to x a ആണ്, m raised to x b ആണ്, which means a is equal to b. അതായത് സെയിം ബേസ് ആണ്. log a to the base m log b to the base m ഈക്വൽ ആണെങ്കിൽ, സെയിം ബേസ് ആണെങ്കിൽ a equal to b ആയിരിക്കും. ദാറ്റ് ഈസ് നമ്മളുടെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സിമിലർ വേ നമ്മുടെ ഫിഫ്ത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ബേസ് ഈക്വൽ ആവുന്ന കേസ് ഓൾറെഡി പറഞ്ഞു. രണ്ട് ബേസ് ഈക്വൽ ആണെങ്കിൽ a ഈക്വൽ ടു b ആണ്. നേരെ തിരിച്ച് എന്താണ്? നമ്മളുടെ നമ്പർ ഈക്വൽ ആണ് ആൻഡ് ബേസ് ഡിഫറെൻ്റ് ആണ്. ബട്ട് ലോഗ് a to the base m is equal to log a to the base n ആണെങ്കിൽ m is equal to n. സിമ്പിൾ ആണ് അല്ലേ? സോ നമ്മളുടെ നമ്പേഴ്സ് രണ്ട് ലോഗ് വാല്യൂസ് ഈക്വൽ ആണ്. രണ്ട് ബേസും ഈക്വൽ ആണെങ്കിൽ രണ്ട് നമ്പേഴ്സും ഈക്വൽ ആയിരിക്കും. ഇനി രണ്ട് നമ്പേഴ്സ് ഈക്വൽ ആണെങ്കിൽ രണ്ട് ബേസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, ലോഗ് ഓഫ് 1 to any base is 0. എന്താണ് അവിടെ പറയുന്നത്? ലോഗ് ഓഫ് 1. സോ ലോഗ് ഓഫ് 1 to the base 10 is equal to 10ന്റെ എത്രാമത്തെ പവർ ആണ് 1? We know 10 to the power 0 is equal to 1. Is 0. ഇനി ഞാൻ വേറെ നമ്പർ എടുക്കുകയാണ്. ലോഗ് ഓഫ് 1 to the base 2.
ലോഗ് ഓഫ് 1 ടു ദ ബേസ് 2. 2ന്റെ എത്രാമത്തെ പവറാണ് 1? 2 റേസ് ടു 0 ആണ് 1 അല്ലേ, ദാറ്റ് ഈസ് 0 ആണ്. അപ്പോൾ ഏത് ബേസിൽ ഏത് നമ്പർ വന്നാലും നമ്മുടെ നമ്പർ 1 ആണെങ്കിൽ ലോഗ് 1 ടു ദ ബേസ് എനി നമ്പർ വിൽ ബി. അതാണ് നമ്മുടെ നെക്സ്റ്റ് പോയിന്റ്. ലോഗ് ഓഫ് 1 to any base is 0. Next point is log of a number to the base same base is 1. Simple. Log of a number to the same base. Log of 5 to the base 5 എത്രയാണ്? 5ന്റെ എത്രാമത്തെ പവർ ആണ് 5? 5ന്റെ ഫസ്റ്റ് പവർ ആണ് 5 raised to 1 ആണ് 5 വരുന്നത്. അതുപോലെ തന്നെ log of 27 to the base 27. 27ന്റെ എത്രാമത്തെ പവർ ആണ് 27? That is 1 ആണ് അല്ലേ. That means log of a to the base a is equal to 1 ആയിരിക്കും. So log of a to the base a is equal to 1. That is log of a number to the same number, same base will be 1. ഇനി log of 0 is not defined. ഒരു നമ്പറിന്റെ എത്രാമത്തെ പവർ നമ്മൾ എടുത്താലും നമുക്ക് 0യിലേക്ക് എത്താൻ പറ്റില്ല. ഇപ്പൊ 10 raised to -100 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.00, അതായത് 100 ഡെസിമൽസ് കഴിഞ്ഞിട്ട് ഒരു 1 വരും അല്ലേ. സോ നമ്മൾ 10ന്റെ എത്രാമത്തെ പവർ, എത്ര നെഗറ്റീവ് പവർ കൊണ്ടുവന്നാലും നമ്പർ ചെറുതായി വരികയാണ് ചെയ്യുക. സോ നമുക്ക് എന്തെത്താൻ പറ്റില്ല? 0യിലേക്ക് എത്താൻ പറ്റില്ല. സോ ഞാൻ 10 വെച്ചിട്ടാണുള്ള എക്സാമ്പിൾ ആണ് പറഞ്ഞിട്ടുള്ളത്. ഏത് നമ്പർ എടുത്താലും അതിന്റെ ഏതൊരു പവറും എന്തിലേക്ക് എത്തില്ല? എക്സാക്ട്ലി 0 എത്തില്ല. സോ ലോഗ് ഓഫ് 0 ഈസ് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ ലോഗ് 0 ടു ദ ബേസ് 1 എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. അല്ലെ ടു ദ ബേസ് 100 അല്ലെ ടു ദ ബേസ് a എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഇതാണ് നമ്മളുടെ ബേസിക് ആയുള്ള പ്രോപ്പർട്ടീസ് ഓഫ് ലോഗ്. ലോഗിൽ എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ്? നമ്പേഴ്സ് എല്ലാം പോസിറ്റീവ് ആയിരിക്കണം, നമ്മുടെ ബേസ് പോസിറ്റീവ് ആയിരിക്കണം, ബേസ് 1 ആവാൻ പറ്റില്ല. ദെൻ നമ്മൾ തന്നിട്ടുള്ള രണ്ട് പ്രോപ്പർട്ടീസ് എന്താണ്? ലോഗ് a ടു ദ ബേസ് m ഈക്വൽ ടു ലോഗ് b ടു ദ ബേസ് m ആണെങ്കിൽ a ഈക്വൽ ടു b ആണ്. ഇനി നമ്മളുടെ ബേസ് ഡിഫറൻ്റ് ആണ്, നമ്പർ ഈക്വൽ ആണെങ്കിലും ഇറ്റ് ഈസ് സെയിം. അതുപോലെ ലോഗ് ഓഫ് 1 ടു എനി ബേസ് 0. ലോഗ് ഓഫ് എ നമ്പർ ടു ദ സെയിം നമ്പർ, ലോഗ് 25 to the base 25 is 1. സിമ്പിൾ ആണ്. ലോഗ് ഓഫ് 0 is not defined. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് റൂൾസ് ആണ്. നമ്മൾ ഈ ലോസ് യൂസ് ചെയ്തിട്ട് ലോസ് അല്ലെങ്കിൽ റൂൾസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ലോഗിന്റെ ഓപ്പറേഷൻസ് നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. സോ വിത്ത് എക്സാമ്പിൾസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം ഓരോന്നും. സോ ഫസ്റ്റ് വൺ ഇസ് ലോഗ് ഓഫ് a ഇൻറ്റു b ടു ദ ബേസ് m. സോ ലോഗ് ഓഫ് a ഇൻറ്റു b ടു ദ ബേസ് m നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? So log of a into b to the base m ആണ് നമ്മൾ ചെയ്യുന്നത്. So with example നമുക്ക് നോക്കാം. So first example is log of base 10 ആണ്. ഇവിടെ 100 into 1000 ആണ് നമ്മൾ ചെയ്യുന്നത്. a into b 100 into 1000. So this is log to the base 10. 100 into 1000 എന്ന് പറഞ്ഞാൽ 10 raised to 2 into 10 raised to 3. 10 raised to 2 into 10 raised to 3. So this is equal to log to the base 10 10 raised to 5 അല്ലേ. 10 raised to 2 into 10 raised to 3 എന്ന് പറഞ്ഞാൽ 1 2 3 4 5 zeros ആണുള്ളത്. 10 raised to 5 അതായത് 1 lakh ആണ് നമുക്ക് വരുന്നത്. സോ ലോഗ് 10 raised to 5 to the base 10 എന്തായിരിക്കും? ദിസ് വിൽ ബി 5. 1 lakh എന്ന് പറഞ്ഞാൽ 10ന്റെ 5th പവർ ആണ്. 10 raised to 5 ആണ് 1 lakh വരുന്നത്. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ സിംപ്ലി ഇതിനെ കട്ട് ചെയ്യാം? ലോഗിന്റെ നമ്മളുടെ വാല്യൂവിൻ്റെ ഉള്ളിലുള്ള പവേഴ്സ് നോക്കാം. 100ഉം 1000ഉം 100ഉം 1000ന്റെ പവർ എന്താ ചെയ്തിട്ടുള്ളത്? ആഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് സിംപ്ലി എങ്ങനെ എഴുതാം? ലോഗ് ഓഫ് 100 ബേസ് 10 ആണ്, ഞാൻ മാറ്റുന്നില്ല, പ്ലസ് ലോഗ് ഓഫ് 1000. ലോഗ് ഓഫ് 100 എത്രയാണ്? 2 അല്ലേ, 10ന്റെ സെക്കൻഡ് പവർ ആണ്, പ്ലസ് ലോഗ് ഓഫ് 1000 എത്രയാണ്? ഇറ്റ് ഈസ് 3. സോ 2 + 3. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? നമ്മുടെ ബേസ് സെയിം ആണെങ്കിൽ ലോഗ് ഓഫ് a ഇൻറ്റു b ഇസ് ഈക്വൽ ടു എന്താണ്? ലോഗ് a പ്ലസ് ലോഗ് b. ലോഗ് a ഇൻറ്റു b ആണോ? നോ, ലോഗ് a ഇൻറ്റു b ആണെങ്കിൽ നമുക്ക് എന്താ വരിക? 2 ഇൻറ്റു 3 എന്ന് വരും, ദാറ്റ് ഈസ് 6 എന്ന് വരും. ഇത് ഇൻകറക്റ്റ് ആണ്. സോ ലോഗ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ ലോഗ് a പ്ലസ് ലോഗ് b ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂൾ. ലോഗ് എ ബി ഇസ് ഈക്വൽ ടു ലോഗ് a പ്ലസ് ലോഗ്. സിമിലർലി ലോഗ് a ബൈ b എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ലോഗ് a മൈനസ് ലോഗ് b. സോ ലോഗ് a ബൈ b നമുക്കൊന്ന് സിംപ്ലി ഒരു നമ്പർ വെച്ച് ചെയ്ത് നോക്കാം. സെയിം നമ്പേഴ്സ് എടുക്കുകയാണ്. ലോഗ് 1000 ബൈ 100 ടു ദ ബേസ് 10 ഇസ് ഈക്വൽ ടു എന്താ വരിക? ലോഗ് 1000 ബൈ 100 എന്ന് പറഞ്ഞാൽ 10 ആണല്ലേ. 10 ലോഗ് 10 ടു ദ ബേസ് 10 സെയിം നമ്പർ ആണെങ്കിൽ ഇറ്റ് ഈസ് 1. ആൻസർ ഇസ് 1. ഇനി നമ്മുടെ സെക്കൻഡ് മെത്തേഡിൽ ചെയ്ത് നോക്കാം. ലോഗ് 10 to the base 1000 by 100 is equal to log to the base 10 1000 to the base 10 minus log 100 to the base 10. That is equal to log 1000 to the base 10 is 3
minus log 100 to the base 10 is 2, that is 3 minus 2 is equal to 1. അപ്പോൾ ഇവിടെ നമ്മൾ സിമ്പിൾ നമ്പേഴ്സ് ആണ് ഡിവൈഡ് ചെയ്താൽ പോരെ നിങ്ങൾ ചോദിക്കും. പക്ഷേ നമ്മൾ വലിയ നമ്പേഴ്സ് അല്ലെ വേരിയബിൾസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആണ്. സോ ലോഗ് എ ബി ഈസ് ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി, ലോഗ് എ ബൈ ബി ഈസ് ഈക്വൽ ടു ലോഗ് എ ബൈ ബി ഈസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ലോഗ്. ഇനി നമ്മുടെ തേർഡ് റൂൾ നോക്കാം. ലോഗ് എ റേസ് ടു എം ഇസ് ഈക്വൽ ടു എം ലോഗ് എ. അപ്പോൾ എന്താണ് നമ്മളുടെ അഡീഷൻ റൂൾ പറയുന്ന പോലെ തന്നെയാണ്. ലോഗ് ടു ദ ബേസ് എം, ലോഗ് എ ടു ദ ബേസ് എം, ലോഗ് എ റേസ് ടു എം, ലോഗ് എ റേസ് ടു എം ഇസ് ഈക്വൽ ടു ബേസ് 10 ആണ്. ലോഗ് എ റേസ് ടു എം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് ടു ദ ബേസ് 10 എ റേസ് ടു എം എന്ന് പറഞ്ഞാൽ എനെ ഇവിടെ നമ്മൾ എം ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. എം ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്തുണ്ട്? എം എസ് ഉണ്ട്. എം ടൈംസ് എ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്? ലോഗ് എ ഇൻറ്റു ബി ഇൻറ്റു സി ഇൻറ്റു ഡി എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഓരോന്നും ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് ലോഗ് എ പ്ലസ് ലോഗ് എ പ്ലസ് ലോഗ് എ പ്ലസ് അപ് ടു പ്ലസ് ലോഗ് എ. ദാറ്റ് ഈസ് ഇവിടെ എത്ര എ ഉണ്ട്? ടോട്ടലി നമുക്ക് എം എസ് ഉണ്ട്. എം ലോഗ് എസ് ഉണ്ട്. ദാറ്റ് മീൻസ് എം ഇൻറ്റു ലോഗ് എ. സോ ലോഗ് എ റേസ് ടു എം ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ലോഗ് എ. സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാൽ ലോഗ് 2 റേസ് ടു 3 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 3 ഇൻറ്റു ലോഗ് 2. അല്ലെങ്കിൽ ലോഗ് 5 റേസ് ടു 27 ഇസ് ഈക്വൽ ടു 27 ഇൻറ്റു ലോഗ് 5 ആയിരിക്കും. സോ ദിസ് ഇസ് ദ വാല്യൂ. സോ നമ്മുടെ നെക്സ്റ്റ് റൂൾ നോക്കാം. ലോഗ് എ റേസ് ടു എം is equal to m log a. ഇനി നമുക്ക് ബാക്കി റൂൾസിന് മുന്നേ നമുക്ക് റിവേഴ്സ് ഓർഡറിൽ വരാം. സോ ഫസ്റ്റ് വൺ ഇസ് ലോഗ് ബി എ is equal to 1 by ലോഗ് എ ബി എന്ന് പറയുന്നുണ്ട്. സോ എന്താണ് അതിൻ്റെ മീനിങ്? നെക്സ്റ്റ് വൺ ലോഗ് ടു ദ ബേസ് ബി എ is equal to, സോ ഇതിന് വേണ്ടി നമ്മൾ 10ന്റെ 100ന്റെ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ലോഗ് ടു ദ ബേസ് ആൻഡ് ലോഗ് ടു ദ ബേസ് 10 100 is equal to, log to the base log of 100 to the base 10 എത്രയാണ്? It is 2. 10 raised to 2 ആണ് 100. ഇനി നമ്മൾ നേരെ തിരിച്ചിട്ട് നോക്കിയാൽ എയും ബിയും തിരിച്ചിട്ടാൽ എന്താ സംഭവിക്കുക? log 10 to the base 100 is equal to 100ന്റെ എത്രാമത്തെ പവർ ആണ് 10? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എത്രാമത്തെ പവർ ആണ്? 10 സ്ക്വയർ ആണ് 100. 10 സ്ക്വയർ ആണ് 100 എങ്കിൽ നമ്മൾ നേരെ തിരിച്ചിട്ടാൽ റൂട്ട് ഓഫ് 100 ആണ്, സ്ക്വയർ റൂട്ട് ഓഫ് 100 ആണ് 10. സ്ക്വയർ റൂട്ടിനെ എങ്ങനെ നമ്മൾ പവർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം? 100 raised to 1/2 ആണ് 10 അല്ലേ. സ്ക്വയർ റൂട്ടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 1/2 എന്നാണ്. അതുപോലെ നമ്മൾ ക്യൂബ് റൂട്ട് ആണെങ്കിലോ, ക്യൂബ് റൂട്ട് ആണെങ്കിൽ ഇറ്റ് ഈസ് 1/3. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 2 raised to 3 ആണ് 8, അല്ലെങ്കിൽ 8 raised to 1/3 ആണ്. സോ 100 raised to 1/2 ആണ് 10 എങ്കിൽ നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 100ന്റെ എത്രാമത്തെ പവർ ആണ് 10? എത്രാമത്തെ പവർ ആണ്? 1/2 പവർ അല്ലേ. എന്താണ്? 100 raised to 2 ഹാഫ് ആണ് 10 വരുന്നത്. 100 raised to 1/2. 100 raised to 1/2 ആണെങ്കിൽ ഈ രണ്ട് നമ്പേഴ്സും നമ്മൾ റിലേഷൻ നോക്കിയേ. ദിസ് ഇസ് ലോഗ് എ ടു ദ ബേസ് ബി, ദിസ് ഇസ് ലോഗ് ബി ടു ദ ബേസ് എ. ഈ എയും ബിയും നമ്മൾ തിരിച്ചിട്ടാൽ നമുക്ക് കിട്ടുന്നത് റെസിപ്രോക്കൽസ് ആണ് അല്ലേ. 2ഉം 1/2. അപ്പൊ ലോഗ് ഓഫ് a to the base b is equal to 1 by log of b to the base. So log a b നമ്മൾ ആ നമ്പേഴ്സ് തിരിച്ചിട്ടാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? നേരെ റെസിപ്രോക്കൽ എഴുതിയാൽ മതി. ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് ലാസ്റ്റ് ഉള്ള സ്റ്റേറ്റ്മെന്റ്. ദാറ്റ് ഈസ് ലോഗ് b a to the base b is equal to 1 by log b to the base a. So similarly next one log b to the base log a to the base b is equal to എന്താ ഇവിടെ തന്നിട്ടുള്ളത്? ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം. ഫസ്റ്റ് കേസിൽ നമുക്ക് എ ആണ്, ലോഗ് ഓഫ് എ ആണ് കണ്ടുപിടിക്കുന്നത്, ബേസ് ഇസ് ബി. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? ഇതിനെങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്? ലോഗ് ഓഫ് എ ടു ദ ബേസ് ബി ഈസ് ഈക്വൽ ടു, എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്? ഇതിനെ രണ്ടിനെ നമുക്ക് സെയിം ബേസിലേക്ക് മാറ്റാൻ പറ്റും. സെയിം ബേസ് ഏതാണ്? ഇവിടെ സി ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എ ടു ദ ബേസ് ബി ആണുള്ളെങ്കിൽ ലോഗ് ഓഫ് a to the base c by log of b to the base c എന്ന് എഴുതാം. സോ ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. സോ ദ എക്സാമ്പിൾ ഈസ് log of 64 to the base 8 നമ്മൾ നോക്കാം. സിംപ്ലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ എന്താണ്? 64, 8ന്റെ എത്രാമത്തെ പവർ ആണ് 64? 2 ആണല്ലേ. 8 സ്ക്വയർ ആണ് 64 വരുന്നത്.
പക്ഷെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഈ നമ്പറിനെയും ഈ ബേസിനെയും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. സോ രണ്ടിനും ഒരു കോമൺ ആയിട്ടുള്ള ബേസ് നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ കോമൺ ആയിട്ടുള്ള ബേസ് ആയിട്ട് ഞാൻ 2 എടുക്കുകയാണ്. ദാറ്റ് ഈസ് log of 64 to the base 8 is equal to log of 64 to the base 2 by log of 8 to the base 2. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചെന്ന് നോക്കാം. 64നെയും 8നെയും ഞാൻ എന്ത് ചെയ്തു? മേലെയും താഴെ എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? കോമൺ ബേസിലേക്ക് മാറ്റി. ഏത് നമ്പർ ആയിട്ട് ബേസ് ആയിട്ട് നമുക്ക് മാറ്റാം? 2, 10, 5 അല്ലെങ്കിൽ ഒരു 100 ഏത് നമ്പറിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. സോ 64 is here, 8 is here and the base is 2. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നുണ്ടോ നോക്കാം. 2 raised to എത്രയാണ്? 64. 2 into 2 into 2 into 2 into 2 into 2. 1, 2, 3, 4, 5, 6. 2 raised to 3 8 ആണ്. Into 8 അല്ലേ? 2 raised to 6 ആണ് 64. So this is 6. So താഴെ എന്താ വരിക? 2ന്റെ എത്രാമത്തെ പവർ ആണ്? 8. Third power. 6 by 3 is equal to 2. അപ്പോൾ എന്താണ് സിംപ്ലി നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നത്? Log of p to the base q is equal to, ഞാൻ ഡിഫറെൻറ്റ് വേരിയബിൾസ് എടുക്കുകയാണ്. p to the base q is equal to log of p by log of q. അപ്പോൾ നമുക്കിവിടെ ബേസ് ആയിട്ട് ഏത് നമ്പറും എടുക്കാം, 10 എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എന്താ എടുത്തിട്ടുള്ളത്? ബേസ് 10 ആണ് എടുത്തുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ബേസ് എഴുതാത്തത്. സോ log of p by log of q ആണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് log of a to the base b is equal to log of a to the base c by log of b to the base c. ഇനി c നമ്മൾ 10 ആക്കി എടുത്താൽ നമ്മളുടെ ഈ പ്രോപ്പർട്ടിയും കൂടെ ക്ലിയർ ആയി. എന്താണ്? നമ്മുടെ ബേസ് 10 ആണെങ്കിൽ log of a to the base b is equal to log a by log b ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്? നമ്മൾ 10ന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. log of 1, 2, 3, 4, 5, 6, 7 zeros കിട്ടും. That is 200, 1000, 10,000, 1 lakh, 10 lakh, 1 crore അല്ലേ? സോ 1 crore to the base 1000 ആണെന്ന് ചെയ്യുക. അല്ലെങ്കിൽ 10 raised to 1, 2, 3, 4, 5, 6, 7. ഓക്കെ, 10 raised to 7 by 1000 ആണ്. 10 raised to 3 ആണ്. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? 1000ന്റെ പവേഴ്സ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ സിംപ്ലി നമുക്ക് എന്ത് ചെയ്യാം? ദിസ് ഈസ് log 2, 3, 4, 5, 6, 7 by log 1000 ആണ്. അപ്പോൾ എന്താ ചെയ്തത്? നമ്മൾ ഈ തന്നിട്ടുള്ള ഈ രണ്ട് നമ്പേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്തു? log to the base 10 ആക്കി മാറ്റി. സോ ഫസ്റ്റ് വൺ എന്താണ്? മേലെയുള്ളത് 1, 2, 3, 4, 5, 6, 7 ആണ്. 10 raised to 7 ആണ്. അപ്പോൾ 7 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഈ താഴെ എന്താണ്? 1000 ആണ്. log of 1000ന്റെ എത്രയാണ്? 3. സോ നമ്മൾ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈസ്, the answer for this one will be 7 by 3. എന്ത് ചെയ്തു? ഈ രണ്ട് നമ്പേഴ്സിനെയും log to the base 10 ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് എക്സാമ്പിൾ. ദാറ്റ് ഈസ് log of a to the base b is equal to log a by log b. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു ചെയിൻ റൂൾ ഇവിടെ കാണാം. കുറച്ചുകൂടെ വലിയൊരു റൂളാണ്. സോ ലെറ്റ്സ് സീ. ചെയിൻ റൂൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. സോ log of b to the base c യും a to the base b യും ആണ്. b c a b. സോ നമുക്ക് നോക്കാം. log of b to the base c into log of a to the base b. അപ്പോൾ ഇവിടെ നമ്മൾ നമ്പേഴ്സിൻ്റെ ആ പാറ്റേൺ ഒന്ന് നോക്കാം. ഇനി ഞാൻ ഇതിന് നേരെ തിരിച്ചെഴുതാണ്. a into b, b into a എന്ന് എഴുതുന്ന പോലെ, അല്ലെങ്കിൽ 1 into 2, 2 into 1 എന്ന് എഴുതുന്ന പോലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു log of a to the base b into log of b to the base c is equal to. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, a b b c എന്നുള്ള പാറ്റേൺ ആണ് കാണുന്നതെങ്കിൽ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. ദിസ് ഈസ് ഈക്വൽ ടു log of a to the base b ഞാൻ അവിടെ എഴുതി. നെക്സ്റ്റ് നമ്പർ ഏതാണ്? log of b to the base c ആണ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് എഴുതാം? 1 by log of c to the base b എന്ന് എഴുതാം അല്ലേ? നമ്മൾ log a b is equal to 1 by log b a ആണ്. സോ log of b to the base c is equal to 1 by log of c to the base b. That is equal to, ഇതിന് നമ്മൾ സിംപ്ലി log a to the base b by log c to the base b എന്ന് എഴുതി. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച റൂൾ നേരെ റിവേഴ്സ് ചെയ്യാം. ഇവിടെ രണ്ടാൾക്കും സെയിം ബേസ് ആണുള്ളത്. സെയിം ബേസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് log a to the base c. നമ്മൾ നേരത്തെ എന്താ ചെയ്തിരുന്നത്? log a to the base c നെ log a by log c എന്ന് എഴുതി. നമുക്ക് ഏത് ബേസ് വേണമെങ്കിലും, സെയിം ആയിട്ടുള്ള ഏത് ബേസ് വേണമെങ്കിലും എഴുതാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? log b c യും log b a b ആണുള്ളത്. അതായത് ബേസ് ഡിഫറെൻ്റ് ആണ്. c യും b ആണുള്ളത്. പക്ഷെ നമുക്ക് ഓൾറെഡി ഇവിടെ b ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരാളെ നേരെ ഇൻവേഴ്സ് ആക്കി, അല്ലെങ്കിൽ റെസിപ്രോക്കൽ ആക്കി മാറ്റി.
സോ റെസിപ്രോക്കൽ ആക്കി മാറ്റിയ സമയത്ത് രണ്ടാളുടെയും ബേസ് സെയിം ആയി. രണ്ടാളുടെയും ബേസ് സെയിം ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് എ ബൈ ലോഗ് സി ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് എ ടു ദ ബേസ് സി എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചെയിൻ റൂൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മളുടെ ഫോർത്ത് ലോ. അപ്പം നിങ്ങൾ ഈ ലോസും പ്രോപ്പർട്ടീസും കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യുക. ഡൗട്ട് വരുന്ന സമയത്ത് വിത്ത് എക്സാമ്പിൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ലോഗിൻ്റെ ലോസ് ആൻഡ് റൂൾസ്. സോ നമുക്കിത് ബേസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് നോക്കാണ്ട്. ബിഫോർ ദാറ്റ് വൺ മോർ തിങ്, ഫൈൻഡിങ് ലോഗ് ഓഫ് എ നമ്പർ ടു ദ ബേസ് 10. നമ്മൾ നമ്മുടെ കോമൺ ലോഗരിതത്തിൽ പറയുന്ന ടേം ആണ്. സോ ഇവിടെ നമുക്ക് ലോഗ് ഓഫ് 200 കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറയുന്നത് 10ന്റെ ഇൻറ്റിജർ മൾട്ടിപ്പിൾസ് ആണ്, 1000, 10,000 എന്നുള്ള വാല്യൂസ് ഒക്കെ. സോ ലോഗ് ഓഫ് 200 എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇപ്പം നമ്മൾ പഠിച്ചതുപോലെ നമ്മൾ ലോഗ് എ ബി ഈസ് ഈക്വൽ ടു ലോഗ് എ ഇൻറ്റു ബി ആണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ലോഗ് ഓഫ് 200 ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് 2 ഇൻറ്റു 100 അല്ലെ 100 ഇൻറ്റു 2 ആണ്. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സോ ലോഗ് ഓഫ് 100 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ ലോഗ് 100 പ്ലസ് ലോഗ് 2. സിമ്പിൾ ആണ് അല്ലേ? ലോഗ് എ ബി ഈസ് ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി, ലോഗ് 100 പ്ലസ് ലോഗ് 2. സോ ലോഗ് ഓഫ് 100 എന്ന് പറഞ്ഞാൽ 2 ആണ്. 10ന്റെ എത്രാമത്തെ പവർ ആണ് 100? ലോഗ് 10 സ്ക്വയർ പ്ലസ് ലോഗ് 2. ദാറ്റ് ഈസ് ലോഗ് ഓഫ് 10 സ്ക്വയർ എത്രയാണ്? ഇറ്റ് ഈസ് 2 പ്ലസ് ലോഗ് 2. ഇനി ലോഗിന്റെ മറ്റ് നമ്പേഴ്സ് ലോഗ് 1, ലോഗ് 2, ലോഗ് 2, ലോഗ് 3, ലോഗ് 4 എന്നുള്ള നമ്പേഴ്സ് ഒക്കെ നമ്മൾ ലോഗരിതം ടേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ നമ്പേഴ്സ് നമ്മൾ കാണാതെ പഠിക്കണമെന്നില്ല. സോ ലോഗ് 2 എത്രയാണ്? ഇറ്റ് ഈസ് 0.3. സോ ലോഗ് 2 എന്ന് പറഞ്ഞാൽ 0.3 ആണ്. അതെങ്ങനെ വരുന്നത്? 10⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 10⁻1 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ 1നും 10നും ഇടയിലുള്ള നമ്പേഴ്സിന്റെ ലോഗ് 1 is 0, ലോഗ് 10 is 1. സോ ഇതിൻ്റെ ഇടയിൽ 2, 3, 4, 5 അപ് ടു 9 വരെയുള്ള നമ്പേഴ്സ് 0.1, 0.2, 0.3 അതിനിടയിലായിരിക്കും. സോ എക്സാക്ട്ലി ആ നമ്പർ എന്നല്ല, സിമിലർ ആയിരിക്കും. സോ ലോഗ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 0.3 ആണ് വരുന്നത്. സോ ലോഗ് 200 എത്രയാണ്? 2.301 ആണ്. എന്താണ് ഇതിന്റെ മീനിങ്? 10⁻2.301 is equal to 200 ആണ്. 10⁻2 is 100. 10⁻2.3 ആവുന്ന സമയത്ത് എന്താവുന്നു? It will be 200. And next term is anti-log. Anti-log എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ ആണ്. നമ്മളുടെ ആന്റി-ലോഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എക്സ്പോണൻസിന്റെ റിവേഴ്സ് ആണ് ലോഗ്. ആന്റി-ലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പോണൻസ് പോലെ തന്നെയാണ്, ലോഗിന്റെ നേരെ റിവേഴ്സ് ആയിട്ടുള്ള ആള്. സോ ലോഗ് ഓഫ് 9 to the base 3 2 ആണെങ്കിൽ 9 is the anti-logarithm of 2 to the base. എന്താ മീനിങ്? ലോഗ് ഓഫ് 9 to the base 3 2 ആണെങ്കിൽ anti-log of 9 എത്രയാണ്? anti-logarithm of 9 is the anti-logarithm of 2. So anti-log of 2 to the base 3 എന്താണ്? 9 means 2 raised to 3 is equal to 9. നമ്മൾ നേരെ റിവേഴ്സ് പറയുന്നു എന്നേ ഉള്ളൂ. ലോഗ് ഓഫ് 9 to the base 3 2 ആണെങ്കിൽ anti-log of 2 to the base 3 എന്താണ്? 2 raised to 3. That is anti-log. So ആ ടേം നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. And let's go to questions. നമ്മൾ കുറച്ച് questions ചെയ്ത് നോക്കാം. So first question is നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. First question is log x plus log x square is equal to 12. Log x plus log x square is equal to 12. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അസ്യൂം ദ ബേസ് ഇസ് 10. 10 ആണ് ബേസ് എങ്കിൽ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോഗ് എ പ്ലസ് ലോഗ് ബി നമുക്ക് ചെയ്യാൻ അറിയാം. ദാറ്റ് ഇസ് ലോഗ് എ ഇൻറ്റു ബി ആണ്. സോ ദിസ് ഇസ് ലോഗ് ഓഫ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ അല്ലേ? ലോഗ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. അപ്പം ഉള്ളിലുള്ള ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. സോ ലോഗ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 12. ദിസ് ഈസ് ഈക്വൽ ടു ലോഗ് എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു 12. ലോഗ് ഓഫ് എക്സ് നമ്മൾ നോക്കാം. ലോഗ് എക്സ് പ്ലസ് ലോഗ് എക്സ് സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്തു? ദിസ് വിൽ ബിക്കം എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് ലോഗ് എ ബി ഈസ് ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി. നേരെ റിവേഴ്സ് ആണ് നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ ഇവിടെ എന്താണ്? ലോഗ് എക്സ് റേസ് ടു എം ആണ്. അതായത് ലോഗ് എക്സ് റേസ് ടു എം ആണുള്ളതെങ്കിൽ ദിസ് ഇസ് എം ഇൻറ്റു ലോഗ് എക്സ്. സിമ്പിൾ ആണല്ലേ? ദാറ്റ് ഈസ് ഇവിടെയുള്ള 3നെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് കൊണ്ടുവരാം. 3 ഇൻറ്റു ലോഗ് എക്സ് ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 12. So this is equal to 12. Log x is equal to 12/3. That is 4. അപ്പോൾ ഇവിടെ നമുക്ക് വേറെ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പോർഷനെ log x പ്ലസ് log x സ്ക്വയർ എന്താണ്? 2 log x. അപ്പോൾ log x പ്ലസ് 2 log x എന്താണ്? ഇറ്റ് ഈസ് 3. സിമ്പിൾ ആണ്. 3 log x ആണ് 12. അപ്പോൾ log x is equal to 4 എന്ന് കിട്ടി. log x is equal to 4. log to the base 10
എക്സ് ഇസ് ഈക്വൽ ടു 4 ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആൻറ്റി ലോഗ് ഓഫ് 4 ആയിരിക്കില്ലേ ചെയ്യുന്നത്. നമുക്ക് എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ എവിടെ എന്താ നമുക്ക് പറയാൻ പറ്റുക? 10⁴. 10 to the power 4 is equal to x. 10 to the power 4 is equal to x. 10 to the power 4 is equal to x. That is x എന്ന് പറഞ്ഞാൽ 10⁴. 1 2 3 4 4 zeros. That is 10,000 ആയിരിക്കും നമ്മുടെ എക്സിന്റെ വാല്യൂ. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടുണ്ട്? ലോഗ് എ പ്ലസ് ലോഗ് ബിനെ ലോഗ് എ ഇൻറ്റു ബി ആക്കിയിട്ടുണ്ട്. അതുപോലെ ലോഗ് എ റേസ് ടു എമ്മിനെ എം ലോഗ് എ എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് വൺ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് വൺ ഇസ് ലോഗ് 24 is equal to ലോഗ് 24 എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കിയാൽ അറിയാം. ലോഗ് 2 പ്ലസ് ലോഗ് 3, 2 ലോഗ് 2 പ്ലസ് ലോഗ് 3, 3 ലോഗ് 3 പ്ലസ് ലോഗ് 2, അതായത് 2 ടേം ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ 24നെ നമ്മൾ എ ഇൻറ്റു ബി ഫോർമാറ്റ് ആക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എ ഇൻറ്റു ബി ഫോർമാറ്റ് ആണെങ്കിൽ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് 2ഉം 3ഉം ഒക്കെ ഉള്ള ടേംസ് ആയിട്ട് നമ്മൾ 24നെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ 24നെ സിംപ്ലി നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്താൽ നമ്മൾ 24 എന്താണ്? 4 ഇൻറ്റു 6 ഓർ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു അല്ലെ 24 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ഇൻറ്റു 6 അല്ലെ 2 ഇൻറ്റു 12. നമുക്ക് ഏത് ഫോർമാറ്റിലും എഴുതിയിട്ട് ഫാക്ടറൈസ് ചെയ്യാം. സോ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ആണ്. ദാറ്റ് ഈസ് 2⁻³ ഇൻറ്റു 3 ആണ് ലോഗ് 24. അപ്പം നമ്മൾ ഇതിനെങ്ങനെ സോൾവ് ചെയ്യുന്നത്? ലോഗ് 24 is equal to log 2⁻³ into 3. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ലോഗ് എ ഇൻറ്റു ബി. അപ്പോൾ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു? ലോഗ് എ പ്ലസ് ലോഗ് ബി. ലോഗ് എ പ്ലസ് ലോഗ് ബി. അപ്പോൾ ലോഗ് 3നെ നമുക്കൊന്നും ചെയ്യാനില്ല, അവിടെ തന്നെ വെക്കാം. ലോഗ് 2⁻³ നമുക്ക് എന്ത് എഴുതാം? ആ 3 പുറത്തേക്ക് കൊണ്ടുവരാം. 3 ലോഗ് 2 പ്ലസ് ലോഗ്. ഓക്കെ, സോ 24നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെയാണ്? 3 ലോഗ് 2 പ്ലസ് ലോഗ് 3 ആണ്. സോ യെസ്, 3 ലോഗ് 2 പ്ലസ് ലോഗ് 3 വിൽ ബി ദ ആൻസർ. അപ്പോൾ ഇതുപോലെ നമുക്ക് മറ്റ് നമ്പേഴ്സും പ്രാക്ടീസ് ചെയ്ത് നോക്കാം. സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ലോഗ് 48 പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ 48 എന്താണ്? 48നെ ഇതുപോലെ ഫാക്ടറൈസ് ചെയ്യാം. സോ 48 is 24 into 2 ആണ് അല്ലേ? 2 into 2 into 2 into 2 into 3. So that is yes 4 into 2 8, 8 into 3 അല്ലേ? So 16 into 3 that is 48. കറക്റ്റ് ആണ്. സോ ദിസ് ഇസ് 2⁻⁴ into 3. അപ്പോൾ ലോഗ് 48 എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഈ ഒരു ഫോർമാറ്റിൽ നിന്ന് തന്നെ നമുക്ക് നേരെ എഴുതാം. 4 ലോഗ് 2 പ്ലസ് ലോഗ് 3. ഓക്കെ, 4 ലോഗ് 2 പ്ലസ് ലോഗ് 3. സോ അഡീഷണലി നമുക്ക് വേറെ നമ്പർ തരാണ്. 2⁻³ into 3⁵ into 5⁻² into 7⁻9 ആണെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ലോഗ് ആയിട്ട് എഴുതുന്നത്? ലോഗ് ഓഫ് ദിസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 3 ലോഗ് 2 പ്ലസ് 5 ലോഗ് 3 പ്ലസ് 2 ലോഗ് 5 പ്ലസ് 9 ലോഗ് 7. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഈസിലി എങ്ങനെയാണ് ഇതിനെ ലോഗ് ആക്കി മാറ്റുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമ്മുടെ ആൻസർ ഇസ് ഓപ്ഷൻ സി, 3 ലോഗ് 2 പ്ലസ് ലോഗ് 3. സോ നെക്സ്റ്റ് വൺ, and the question is, if log of xy is equal to, if log of y to the base x, അതിനാണ് ഞാൻ xy എന്ന് പറഞ്ഞാൽ, so y to the base x is equal to log of y to the base a by p ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പി എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ പിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ആദ്യം തന്നെ ഓപ്ഷൻസ് ഒക്കെ. ഓപ്ഷൻസ് എന്താ പറയുന്നത്? ലോഗ് എക്സ് ടു ദ ബേസ് വൈ, എ ടു ദ ബേസ് എക്സ്, എക്സ് ടു ദ ബേസ് എ, വൈ ടു ദ ബേസ് എ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? എക്സിൻ്റെയും വൈൻ്റെയും എൻ്റെയും ടേംസിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ മാറ്റണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ദിസ് വൺ, ഫസ്റ്റ് വൺ നമ്മൾ നോക്കിയാൽ ദിസ് ഇസ് ലോഗ് വൈ ടു ദ ബേസ് എക്സ്. പക്ഷേ ഇവിടെ ലോഗ് വൈ ടു ദ ബേസ് എ ആണുള്ളത്. അപ്പോൾ നമുക്ക് വൈ ടു ദ ബേസ് എ ആക്കി ഇതിനെ വൈ ടു ദ ബേസ് എ ആക്കി മാറ്റിയാൽ നമുക്ക് ഇവിടെ വൈ ടു ദ ബേസ് എ കട്ട് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വണ്ണിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. സോ ഫസ്റ്റ് വണ്ണിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? വൈ ടു ദ ബേസ് എക്സ് ആണ്. രണ്ടാളെയും നമ്മുടെ എന്റെ പവറിൽ എന്റെ ബേസിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ദിസ് വിൽ ബിക്കം ലോഗ് വൈ ടു ദ ബേസ് എ ബൈ ലോഗ് എക്സ് ടു ദ ബേസ് എ. എന്താ ചെയ്തത്? ലോഗ് വൈ ടു ദ ബേസ് എക്സിനെ സെയിം ബേസിലേക്ക് നമ്മൾ മാറ്റി. നമ്മൾ പഠിച്ച റൂളാണ്. So log y to the base a by log x to the base a. This is equal to നമ്മൾ അപ്പുറത്ത് തന്ന സെയിം ആൾക്കാർ എഴുതുന്നു. log y to the base a by. കൂടുതൽ പ്രാക്ടീസിലൂടെയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ തോട്ട് എന്താ പോവുക? എങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് എത്തിയെന്നുള്ളതാണ്. സോ നമ്മൾ
കൂടുതൽ പ്രാക്ടീസസിലൂടെയാണ് ഈ ഒരു റൂൾ, ഏത് റൂളാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ സിംപ്ലി നോക്കിയാൽ log y to the base a, log y to the base a കട്ട് ചെയ്ത് പോകും. അപ്പോൾ p is equal to log x to the base a ആയിരിക്കും. സോ log x to the base a is the answer. Answer is option C. And ഇതുപോലുള്ള കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഫോർ നമ്മളിപ്പോൾ ഒളിമ്പിയാഡ് എക്സാംസ് അല്ലെങ്കിൽ IOQM അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജ് RMO നമ്മൾ എഴുതുന്നു, അല്ലെങ്കിൽ നിങ്ങൾ INMO ലെവൽ എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ മാത്തമാറ്റിക്സിൽ ഒളിമ്പിയാഡിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ ബേസ് നമ്മൾ പ്രോപ്പർ ആയിരിക്കണം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ തോട്ട് നമ്മളത് എന്തായിരിക്കും, ഇവിടെ നമ്മൾ നോക്കിയാൽ ഈ ഒരു ഫോർമാറ്റ് നമ്മൾ നോക്കിയാൽ ദിസ് ഈസ് m is equal to n by p, അതായത് a is equal to b by c ഫോർമാറ്റിലാണ്. അപ്പോൾ p എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം എന്താ തോന്നുക, p ഇപ്പുറത്തേക്ക് എടുത്തിട്ട് m താഴേക്ക് കൊണ്ടുവരാണ്. p is equal to n by m ആയിരിക്കും. സോ n by m log ay by log xy ചെയ്താലും നമുക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് സെയിം ആൻസറിലേക്ക് എത്താം. സ്റ്റിൽ നമ്മൾ ഈ റൂൾസ് അല്ലെങ്കിൽ ലോസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ സിംപ്ലി ആ ഫോർമാറ്റിലേക്ക് മാറ്റിയാൽ നമുക്ക് ഡയറക്റ്റ് p is equal to log x to the base a എന്ന് കിട്ടുന്നതായിരിക്കും. സോ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് വൺ is equal to log 2 ബ്രാക്കറ്റിൽ log 2 ബ്രാക്കറ്റിൽ log 2 ബ്രാക്കറ്റിൽ log 3 log 81 to the base. അപ്പം നമുക്ക് എന്തുണ്ട്, കുറേ ഓപ്പറേഷൻസ് ഇവിടെ ചെയ്യാനുണ്ട്. ഞാനിത് ലിസ്റ്റ് ചെയ്ത് എഴുതാം. log 2 1 2 3 ടൈംസ് വരുന്നുണ്ട്, then log 3. So log 2 log 2 log 2 then log 81 to the base 3. 1 second bracket third bracket. ഇത്രയും കാര്യം നമുക്ക് ഇവിടെ സോർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് വേണം, log 381 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ആ നമ്പറിനെ നമ്മൾ log to the base 2 ചെയ്യണം. അത് കഴിഞ്ഞ് ആ നമ്പറിനെ വീണ്ടും log to the base 2 ചെയ്യണം. അത് കഴിഞ്ഞ് വീണ്ടും ആ നമ്പറിനെ log to the base 2 ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് ഈ വാല്യൂസ് ഒക്കെ ചെയ്ത് നോക്കാം, എന്നിട്ട് കമന്റ് ഡൗൺ ചെയ്യാം ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾക്ക് സൊല്യൂഷൻ പറയുന്ന സമയത്ത് ശരിയാണോ എന്ന് നോക്കാം. സോ ലെറ്റ്സ് സേ log 81 to the base 3 എന്താണ്, 3 raised to എത്രയാണ് 81. ഓൾറെഡി നമ്മളിന്ന് പറഞ്ഞു അല്ലേ, എന്താണ് 3 raised to 4 ആണ് 81. സോ ദിസ് വിൽ ബിക്കം 4 log 81 to the base 3. 3ന്റെ 4th പവർ ആണ് 81 വരുന്നത്. ബാക്കി എന്താണുള്ളത്, log 2 bracket log 2 bracket log 2. ഇത്ര ആൾക്കാർ ബാക്കിയുണ്ട്, ഒരാളെ മാത്രമേ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത് log 2 4 to the base 2 ആണ്. 2ന്റെ എത്രാമത്തെ പവർ ആണ് 4, സെക്കൻഡ് പവർ ആണ് അല്ലെ, 2 സ്ക്വയർ ആണ് 4, 2 raised to 2 ആണ് 4. സോ ദിസ് ഈസ് 2. ഇനി നമുക്ക് എന്താ ഉള്ളത്, ബ്രാക്കറ്റ് log 2 ബ്രാക്കറ്റ് log 2. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നത് log 2 to the base 2. സെയിം നമ്പർ ആണെങ്കിൽ നമുക്കറിയാം വാല്യൂ ഈസ് 1. എന്താ മീനിങ്, 2 raised to 1 ആണ് 2. സോ ദിസ് ഈസ് 1 log 2. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, 81ന്റെ 3 കൺവേർട്ട് ചെയ്തു. 3 raised to 4 ആണ് 81. സോ ദിസ് വിൽ ബിക്കം 4. 4ന്റെ log 2 എടുത്താൽ നമുക്ക് എന്ത് കിട്ടുന്നു, ദിസ് വിൽ ബിക്കം 2. ആൻഡ് 2ന്റെ log to the base 2 എടുത്താൽ ഇറ്റ് വിൽ ബിക്കം 1. ദാറ്റ് ഈസ് log 1 to the base 2. ദിസ് ഈസ് ഈക്വൽ ടു എത്രയാണ്, നമ്മുടെ ഫൈനൽ ആൻസർ വിൽ ബി log 1 to the base 2 is equal to 0. 2 raised to 0 ആണ് 1. So log 1 to the base 2 is equal to 0. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരികയാണ് ചെയ്തത്. ആൻഡ് ദ ഫൈനൽ ആൻസർ വിൽ ബി 0. ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. സോ 1 2 3 log നമ്മൾ log 2 ചെയ്തു, 1 log 3 ചെയ്തു. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ. ആൻഡ് നമ്മളുടെ ലോഗരിതം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ നിങ്ങൾ നമ്പേഴ്സ് ബേസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ലോഗരിതം പഠിക്കുന്ന നിങ്ങളുടെ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലോസ് ആൻഡ് നമ്മുടെ പ്രോപ്പർട്ടീസ് ഒക്കെ അല്ലെ, റൂൾസ് പ്രോപ്പർട്ടീസും ലോസ് ഒക്കെ എന്ത് ചെയ്യുക, ലിസ്റ്റ് ചെയ്ത് എഴുതി വയ്ക്കുക. എപ്പോഴും നമുക്ക് ഡൗട്ട് വരുന്ന സമയത്ത് സിമ്പിൾ ആയിട്ടുള്ള നമ്പേഴ്സ് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ ആ ലോസ് ഈസിലി നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. പ്ലസ് അഡീഷണലി നിങ്ങൾ ഒളിമ്പിയാഡ് എക്സാംസിനൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, IOQMന്റെ ക്ലാസ്സസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എക്സാം ബൈ മിഷൻ ഒളിമ്പിയാഡ് ചാനൽ ചെക്കൗട്ട് ചെയ്യുക. ഒരുപാട് ഡീറ്റെയിൽഡ് ക്ലാസ്സസ് IOQMന് RMOന്റെ ക്ലാസ്സസ് ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് സയൻസ് ഒളിമ്പിയാഡ്സും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മാത്ത് എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും നിങ്ങളുടെ സ്കൂളിൽ മാത്സ് ടോപ്പേഴ്സിനൊക്കെ
നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഒളിമ്പ്യാഡ്സിന്റെ ഒരു നോട്ടിഫിക്കേഷൻ മിസ്സാവാതിരിക്കുക. നമുക്കറിയാം ഒരു വർഷം ഒഫീഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഒളിമ്പ്യാഡ്സിന് പുറമെ ഒരുപാട് പ്രൈവറ്റ് ഒളിമ്പ്യാഡ്സ്, ഒരുപാട് സ്കോളർഷിപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഡിഫറൻറ്റ് ഒളിമ്പ്യാഡ്സ് വരുന്നുണ്ട്. സോ ഈ ഒളിമ്പ്യാഡ്സിന്റെ കൃത്യമായ നോട്ടിഫിക്കേഷൻ എപ്പോൾ അപ്ലൈ ചെയ്യണം, എന്താണ് പാറ്റേൺ, സിലബസ് എന്നുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ Exam&Y ഒളിമ്പ്യാഡ്സ് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വരുന്നതായിരിക്കും. അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിന് മറക്കാതെ ഷെയർ ചെയ്യുക. മറ്റൊരു ക്ലാസ് ആയിട്ട് കാണാം.